വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംസാരമോചനം, മുക്തി അഥവാ മോക്ഷം നേടുക എന്നതിനെക്കുറിച്ചാണ്. അതിന് ജന്മമരണങ്ങളില്ലാതാകണം അഥവാ ജനിക്കാതിരിക്കണം. ജനിക്കാതിരുന്നാൽ മരിക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെ ജന്മമില്ലാത്തൊരവസ്ഥ ഉണ്ടാവണം. പുണ്യം ചെയ്ത് ദേവനായാലും സ്വർഗം നേടിയാലും പുണ്യമൊടുങ്ങുമ്പോൾ, പുണ്യം ക്ഷയിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതനാകും. വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. എന്നാൽ ശുദ്ധമായ മനസ്സോടെ സത്കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് സദാ ഈശ്വരനിൽ നിർത്തി നീയേ ഗതിയുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ച് സർവസ്വവും ഈശ്വരനിൽ അർപ്പിച്ച് നിഷ്കാമനായി ഈശ്വര സേവനം ചെയ്യണം. ആ ഈശ്വര സേവനത്തിൻ്റെ ഫലമായി ഭക്തി ഉണ്ടാകുന്നു. ഭക്തി ഉണ്ടായാൽ മനസ്സ് ഈശ്വരനിൽ മാത്രം നിൽക്കുന്നു. ഈശ്വരനിൽ തന്നെ സദാ നിൽക്കുന്ന മനസ്സ് പവിത്രമായി തീരും. ആ മനസ്സിന് പിന്നെ ഈശ്വരനല്ലാതെ മറ്റൊന്നിനെയും ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ ഭക്തനായി ഈശ്വരനിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നവന് മോക്ഷം ലഭിക്കും. മോക്ഷം ലഭിച്ചാൽ പിന്നെ ജന്മമില്ല, ജനിക്കേണ്ടി വരില്ല. അവന് സംസാരമോചനമാണ്. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അത് സിദ്ധിക്കൂ. ഭക്തി ഉണ്ടാകുന്നതിനാണ് നാം ജപിക്കുന്നത്, ക്ഷേത്രദർശനം നടത്തുന്നതും പുരാണപാരായണം ചെയ്യുന്നതുമൊക്കെ ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്.